വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹം ആദ്യമായി നിർവഹിക്കുകയും വിശുദ്ധാത്മാവ് എന്ന വിഷയം പഠിക്കണമെങ്കിൽ സുദീർഘ ക്ലാസ്സുകൾ ആവശ്യമാണ്. 2 മണിക്കൂർ വെച്ച് 48 ക്ലാസ്സാണ് ഒരു കോളേജ് സെമിനാരിൽ എടുക്കുന്നത്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ഒറ്റ വിഷയമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് ആത്മസ്നാനം എന്നതാണ്. അത് പഠിക്കാൻ എടുക്കുമ്പോൾ എത്ര പേര് ഇരിക്കുന്നു? പഠിക്കുകയും അത് പ്രാപിക്കുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കയ്യെടുത്ത് ജീവിതത്തിൽ പറഞ്ഞു. അപ്പോൾ അതിന് ശരിക്കും പഠിക്കണം, അതിൽ നിന്നും പ്രാപിക്കണം. സന്തോഷമാണ് എല്ലാവരും. ഒന്ന് പഠിക്കണം, നമുക്കൊന്ന് പ്രാപിക്കണം. ഫിലദൽഫിയ ഷാർജയിൽ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ കൺവെൻഷൻ നടക്കുകയുണ്ടായി. തുടർന്ന് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ക്ലാസ് വെച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. പല ചർച്ചകളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ വലുപ്പത്തിൽ ഇത് ചെറിയ ചർച്ചയാണ്. പക്ഷെ വലിയ കാര്യങ്ങൾ ചെറിയവരെ കൊണ്ടും ചെയ്യിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്നറിയുന്ന അളവിൽ കുറവാണെങ്കിലും അളന്നു തരുന്നവൻ ചെറിയവനല്ല എന്നറിയുന്നവരെത്ര പേരുണ്ട്. അത് വലിയ തോതിലാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമാണ് എല്ലാവരും. കൈയടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കാൻ കഴിയുമോ? ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മസ്നാനം എന്ന വാക്ക് പറയും മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഉൽപ്പത്തി 1 ആരംഭിച്ച് വെളിപ്പാട് 22 അവസാനിക്കുന്ന വാക്കാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ്. അത് സംബന്ധിച്ച് 17 പ്രയോഗങ്ങളാണ് ബൈബിളിലുള്ളത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 17 പ്രയോഗങ്ങളാണ് ബൈബിളിലുള്ളത്. അതിൽ ഒരു പ്രയോഗം മാത്രമാണ് ആത്മസ്നാനം. നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. 17 യൂസേജസ്, 17 പ്രയോഗങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെ കാണാം. പക്ഷെ 17 പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ആമേൻ. അത് കൃത്യമായി വേർതിരിച്ച് പഠിക്കേണ്ടതാണ്. വെള്ളം എന്നൊരു വാക്ക് നിങ്ങൾക്ക് കൈ കിട്ടിയാൽ എത്ര ഉപയോഗമാണ് റോബർട്ട് സാറ്? എത്ര ഉപയോഗം? എത്ര മാത്രമല്ലേ? കിച്ചണിൽ വെള്ളം, വാഷ്റൂമിൽ വെള്ളം, മുറ്റത്ത് നനയ്ക്കാൻ വെള്ളം, അല്ലേ? ഡ്രൈ ക്ലീനിങ്ങിൽ വെള്ളം, എല്ലായിടത്തും വെള്ളം. എന്തിനേറെ ഞാൻ കുടിക്കുന്നത് പോലും വെള്ളമാണ്. അപ്പോൾ ഇവിടെ വെള്ളം കൊണ്ട് കഴുകുന്നു, കുളിക്കുന്നു, നനയ്ക്കുന്നു എന്നിങ്ങനെ വെള്ളം കൊണ്ടുള്ള ധാരാളം ഉപയോഗമുള്ളതുപോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് 17 അനുഭവങ്ങളുടെ കലവറയാണ് ബൈബിൾ നമുക്ക് തരുന്ന അറിവ് എന്നറിയുന്നവരെത്ര സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇക്കാര്യത്തിൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ കഴുകാനും ഭക്ഷിക്കാനും കഴുകാനും മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് വെള്ളം കൊണ്ട് കൂടുതലല്ലേ? കൈ കഴുകുക, ഭക്ഷിക്കുക, വീണ്ടും കൈ കഴുകുക. അങ്ങനെ ഭക്ഷണത്തോട് ബന്ധപ്പെട്ട് ധാരാളം വെള്ളം ഉപയോഗിക്കുന്ന രീതി പോരാ. എല്ലായിടത്തും വെള്ളം വേണമെന്നറിയുന്നവരെത്ര പേരുണ്ട്? സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ 17 പ്രയോഗങ്ങൾ ഉണ്ട് എന്ന കാര്യം പ്രഥമത അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന വാക്ക്. അഭിഷേകം എന്ന വാക്കും ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതാണ്. ഇത് രണ്ടാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ആത്മസ്നാനവും
ആത്മാവിഷയവും ഒന്നല്ല എന്ന് അല്പം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇനി പരിശുദ്ധാത്മ സ്നാനം എന്ന പദം പഠിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ബാപ്റ്റിസം? പുതിയ നിയമത്തിൽ 8 സ്നാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് സംശയം, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. ആദ്യമായിട്ടാണ് ഇതിനടുത്തൊരു സ്വപ്നമൊക്കെ പറഞ്ഞ് ദൈവത്തിന് മാത്രം കൊടുത്തത്. 8 വിധ സ്നാനങ്ങൾ ബൈബിളിലുണ്ട്. 8 വിധത്തിൽ അതിൽ ഒരു സ്നാനമാണ് ആത്മസ്നാനം. ജലത്തിൽ ഇറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമുണ്ട്. ആ സ്നാനം അല്ല ആത്മസ്നാനം. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ പറയാൻ നമുക്കല്ലേ? ഞാനിവിടെ ഗ്രീക്ക് ബൈബിൾ ഉദ്ധരിച്ച് സ്നാനത്തിൻ്റെ പദങ്ങൾ പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം നമ്മളെ അനുവദിക്കുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ പറയും. എന്നാൽ എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അത് വായിച്ചിട്ട് ഞാൻ ഒരു കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും വായിച്ചാൽ ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 1. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. എല്ലാവരും പറഞ്ഞ് അത് ഗ്രീക്ക് ഭാഷ അറിയുന്നവർക്ക് ആ പദമല്ല ശരി. കഴുകലുകളെ കുറിച്ചുള്ള ഉപദേശമാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ, കഴുകലുകളെ കുറിച്ചുള്ള ഉപദേശം എന്നാണ് കറക്റ്റ്. അത് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശമല്ല. എല്ലാവർക്കും മനസ്സിലായോ? 21 വിധത്തിലുള്ള കഴുകൽ ഉണ്ട് എന്ന് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ 21 വിധത്തിലുള്ള കഴുകൽ. ആ കഴുകലുകളെ കുറിച്ചുള്ള ഉപദേശമാണ് അത്. ഇത് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം വേറെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അതുകൊണ്ട് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ആത്മസ്നാനം എന്ന മലയാള പ്രയോഗം അനുസരിച്ച് പുതിയ നിയമത്തിൽ 7 വാക്യങ്ങളാണുള്ളത്. അതറിയാമല്ലോ നിങ്ങൾക്ക്. ആത്മസ്നാനം എന്ന് മലയാളത്തിൽ പഠിക്കുമ്പോൾ 7 വാക്യങ്ങളാണ്. എന്നാൽ മൂലഭാഷ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ 6 വാക്യങ്ങൾ മാത്രമേ ആത്മസ്നാനത്തിനുള്ളൂ. സ്വത്രം. ഇത് കൃത്യമായി അറിഞ്ഞു പോകുന്ന നല്ലതാണ്. ഞാൻ ചെറിയ തോതിൽ വേദോസ്തം പഠിപ്പിക്കുന്നത് കൊച്ചു അധ്യാപകരും കൂടിയാണ്. നാളെ രാവിലെ ശാലോ പബ്ലിക്കൽ സെമിനാരി ബാസ്കറ്റ് ക്ലാസ് 8 മണിക്ക് നമുക്ക് ഇവിടുന്ന് ഉണ്ടായിരിക്കും. അത് 9:30 വരെയാണ് ക്ലാസ്. പിന്നെ ചോദ്യോത്തര വേളയാണ്. ചിലപ്പോൾ 10:30 വരെയൊക്കെ ചോദ്യോത്തര വേള നീണ്ടെന്ന് വരും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായി പഠിപ്പിക്കാൻ ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 7 വാക്യങ്ങൾ മലയാളത്തിലുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ 6 വാക്യങ്ങൾ മാത്രമേ ആത്മസ്നാനത്തിനുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആത്മസ്നാനത്തിനായി ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് കിടക്കാം. എടുത്താട്ടെ, ലൂക്കോസ് 3:16 വായിച്ചുകൊണ്ട് ആത്മസ്നാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാൾ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിക്കും. ഈ വാക്യത്തിൽ 2 വിധ സ്നാനങ്ങൾ കാണാം. ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, 2 തീ കൊണ്ടുള്ള സ്നാനം. ഇന്നത്തെ വിഷയം പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം മാത്രമാകിയാൽ 2-ാം ഭാഗം ഞാനവിടെ മാറ്റി നിർത്തുന്നു. ആത്മസ്നാനത്തെക്കുറിച്ച് 3 വ്യക്തികളുടെ പ്രവചനങ്ങളാണ് ബൈബിളിലുള്ളത്. അത് നിങ്ങൾക്കറിയാം. ഒന്ന് യോവേൽ പ്രവചനത്തിൻ്റെ പ്രവചനം, 2 സ്നാപക യോഹന്നാന്റെ പ്രവചനം, 3 യേശു ക്രിസ്തുവിൻ്റെ പ്രവചനം. അപ്പോൾ എത്ര പ്രവചനങ്ങളാണ് ആത്മസ്നാനത്തെക്കുറിച്ചുള്ളത്? ആരൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഓർക്കെ പറഞ്ഞോളൂ. യോവേൽ പ്രവാചകൻ, യോഹന്നാൻ സ്നാപകൻ, യേശു ക്രിസ്തു. അപ്പം അത്രയ്ക്ക് പ്രവചനങ്ങൾ കൂടി ഉണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രവചനങ്ങളുടെ നിറവേറലാണ് അപ്പോസ്തല പ്രവൃത്തി 2-ൽ കാണുന്ന ആത്മസ്നാനം. ആമേൻ. പ്രവചനങ്ങളുടെ നിറവേറലാണ് അപ്പോസ്തല പ്രവൃത്തി 2-ൽ കാണുന്ന ആത്മസ്നാനം. അത്രയും പറഞ്ഞ് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് സ്നാനം, എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് ചോദിക്കുന്നവരുണ്ട്. സ്നാനം എന്നതിന് ശരിയായ ഗ്രീക്ക് പദം ബപ്തിസ്മ എന്നാണ്.
അതിൻ്റെ കറക്റ്റ് അർത്ഥം ഇമ്മേഴ്സൺ, സബ്മേഴ്സൺ എന്നാണ്. അഥവാ മുക്കൽ, ആഴ്ത്തുക, വെള്ളത്തിൽ ആഴ്ത്തുക, വെള്ളത്തിൽ മുക്കുക എന്നാണ്. അപ്പം സ്നാനം എന്ന വാക്ക് മുക്കലാണ്, മുക്കി സ്നാനപ്പെടുത്തുന്നതാണ് ശരി, തളിച്ചല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സ്വതന്ത്രം എല്ലാവരും ഉണ്ടോ? എന്നാൽ തളിക്കുക എന്ന വാക്ക് ഗ്രീക്കിലുണ്ട്. ഈ ബാപ്റ്റിസ്മ എന്നതിനോട് ബന്ധപ്പെട്ട അടുത്തൊരു പദം തളിക്കുക. അത് സ്നാനത്തിനല്ല, അത് തളിക്കാൻ വേണ്ടിയാണ്. സ്നാനത്തിന് വേണ്ടി തളിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് ചിലർ എഴുതി നമ്മളെ കളിപ്പിക്കാറുണ്ട്. ആ ഗ്രീക്ക് പദം തെറ്റാണ് എന്ന കാര്യം ഇവിടെ പറഞ്ഞ് ഇവിടെ അടുത്ത വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെയെങ്കിൽ ആത്മസ്നാനം എന്നാൽ എന്താ? യേശു കർത്താവ് പറഞ്ഞു, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ എന്താ? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരും, എന്നിട്ട് ഇച്ഛിക്കുന്നവൻ കുടിക്കട്ടെ. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, അതെന്താണ്? പരിശുദ്ധാത്മാ നദി എന്നല്ല, നദികളെന്നാണ്. ഒരു സ്തോത്രം പറയാനാണ്. നദികൾ ഒഴുകട്ടെ, അവനിൽ നിന്ന് നദികൾ ഒഴുകട്ടെ. അപ്പോൾ ആത്മനദി ഉണ്ടെങ്കിൽ ആത്മനദിയിൽ മുക്കുന്നതാണ് ആത്മസ്നാനം എന്നറിയുന്നവർ. അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി ദൈവദാസനെ പറഞ്ഞാട്ടെ. ആത്മനദിക്കകത്ത് മുങ്ങുന്നതാണ് ആത്മസ്നാനം, മുക്കുന്നതാണ് ആത്മസ്നാനം. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുണ്ടോ? ഞാൻ 72 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ സ്നാനം നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിലും നടത്തിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടത്തിയിട്ടുണ്ട്, പല സ്റ്റേറ്റിലും. അപ്പം സ്നാനം നടത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ മുമ്പിൽ നിർത്തി ചോദിക്കുന്നു, എന്നിട്ട് അവൻ സമ്മതിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അപ്പം ഞാനാണ് സ്നാനപ്പെടുത്തെങ്കിൽ സ്നാപകൻ ഞാനാണ്. റെജിൽ പാസ്റ്ററാണ് സ്നാപകൻ. എങ്കിൽ ആത്മസ്നാനം നടത്തുന്ന സ്നാപകനാരാണ്? സ്വോത്രം. ഇവിടെയാണ് എല്ലാവരും അറിയാം. ആത്മസ്നാനം നടത്തുന്ന സ്നാപകൻ പിതാവായ ദൈവമാണെന്ന് എഴുതി വെച്ച പുസ്തകം കണ്ടില്ല. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. എടുക്കാം നമുക്ക്. ഇപ്പോൾ വായിച്ച വാക്യം എടുത്താൽ എല്ലാവരും. ലൂക്കോസ് 3:16 വേഗം വായിക്കാം. തൈകളെ അവൻ നിങ്ങളെ, അവനാരാണ്? ലോകം കണ്ട പിതാവയച്ച ലോകരക്ഷിതാവാണ് ആത്മസ്നാനം നടത്തുന്ന സ്നാപകൻ. സ്തോത്രം. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നദിയിൽ നമ്മുടെ കർത്താവ് ചില ജീവിതങ്ങളിൽ മുക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവർ, സന്തോഷത്തോടെ ഹൃദയം ഉറക്കെ പറയുന്നത്. സ്നാപകനാരാണ്? യേശു കർത്താവാണ്. ആമേൻ. എങ്കിൽ ആത്മനദിയിൽ വ്യക്തികളെ മുക്കി ആത്മസ്നാനം നടത്തുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സ്നാനം നടക്കുന്നത് കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആത്മസ്നാനം ഒന്ന് നടക്കുന്നത് കാണാൻ സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് മഹത്വം ദൈവത്തിന് കരയണം. ആത്മസ്നാനം നടക്കുന്നത് കാണണം. നടത്താൻ വന്നിട്ടുണ്ട് യേശു. ഇവിടെ കേരളത്തിൽ നിന്നും പാസ്റ്റർമാരുണ്ട്, UAE നിന്ന് പാസ്റ്റർമാരുണ്ട്. അവിടേക്ക് സ്നേഹിതരാണ്. പേര് പറയാൻ സമയം കിട്ടുന്നില്ല. ഞാൻ ശുശ്രൂഷ അനുഭവിച്ചവരാണ് വന്നിരിക്കുന്ന കർത്താവ്. എന്നാൽ ഞാനല്ല പരിശുദ്ധാത്മ നദിയിൽ മുക്കാൻ വന്നിരിക്കുന്ന പാസ്റ്റർ. ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, K.O. തോമസ് അല്ല ശാഖ നടത്തുന്നത്. അങ്ങനെ വാദിച്ച് പരസ്യമായി നോട്ടീസ് നൽകുന്നവരുണ്ട്. തെറ്റാണത്.
കാരണം ഒരൊറ്റ ആൾക്കും ആത്മസ്നാനം നടത്താൻ ബൈബിളിൽ അനുവാദമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാനാണ് ഈ പാസ്റ്റർ വന്നാൽ ആത്മസ്നാനം നടത്തും എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് പരസ്യപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകത്തിന് വിരോധമായ ഉപദേശമാണത് എന്ന കാര്യം ഉറക്കെ പറയട്ടെ. ആത്മസ്ഥാപകൻ എൻ്റെ കർത്താവായ യേശുവാണെന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് പറയും, എൻ്റെ കർത്താവായ യേശുവാണ് സ്ഥാപകൻ. സ്തോത്രം. ഇനി നമുക്കിവിടെ അറിയേണ്ടത് അഭിഷേകവും ആത്മസ്നാനവും രണ്ടാണോ അല്ലയോ? അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്താണ്? ആത്മസ്നാനത്തിൻ്റെ ലക്ഷണം എന്താണ്? ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്താണ്? എല്ലാവരും പറഞ്ഞ് പാസ്സമാരില്ലേ ഒന്ന് പറഞ്ഞോളൂ. അതൊന്നും ഉണ്ടാവാതെ പേടിച്ചിരിക്കുന്നു. അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്താണ്? ഇവിടെ അറിഞ്ഞിരിക്കണം, 21 ലക്ഷ്യങ്ങളോടെയാണ് അഭിഷേകം ദൈവം നൽകുന്നത്. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, നിങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കണം കേട്ടോ. 21 ലക്ഷ്യങ്ങളോടെയാണ് നമ്മുടെ ദൈവം അഭിഷേകം നമുക്ക് തരുന്നത്. ആത്മസ്ഥാനം അതല്ല. അഭിഷേകവും ആത്മസ്ഥാനം തമ്മിൽ ബന്ധമില്ല. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ള അഭിഷേകവും ആത്മസ്ഥാനവും തമ്മിൽ ബന്ധമില്ല. 8 കാരണങ്ങളാണ്. അതിൽ ഒരെണ്ണം നമുക്കൊന്ന് വായിക്കാം. എടുത്താട്ടെ എല്ലാവരും എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10:38, ലൂക്കോസ് 3:16 വായിക്കാം. ആരാണ് അഭിഷേകം ചെയ്യുന്നത്? ആ വാക്യത്തിൽ നോക്കുന്നില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന കാര്യമില്ലല്ലോ. പിതാവായ ദൈവമാണ് പുത്രനെ അഭിഷേകം ചെയ്തത്. ഇനി 2 കൊരിന്ത്യർ 1-ാം എല്ലാവരും എടുത്താട്ടെ. 2 കൊരിന്ത്യർ 1-ാം 21-22 വായിക്കും. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ല. പുത്രനെ അഭിഷേകം ചെയ്യുന്നത് പിതാവാണ്, നമ്മെ അഭിഷേകം ചെയ്യുന്നത് പിതാവാണ്. സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞവരും, പുത്രനായ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് പിതാവാണ്, നമ്മെ അഭിഷേകം ചെയ്തതും അവൻ തന്നെയാണ്. എങ്കിൽ ഈ മീറ്റിംഗിൽ ആത്മസ്ഥാനം മാത്രമല്ല അഭിഷേകം കൂടെ നൽകാൻ ദൈവം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നവരുടെ അടുക്കിന് നിങ്ങളുടെ ചിന്ത വരണം. നമ്മുടെ എടുത്തു പറയുന്നു, പിതാവാണ് പുത്രനെ അഭിഷേകം ചെയ്തത്, പിതാവാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. ആമേൻ. ഇന്നും അഭിഷേകം ചെയ്യാൻ ദൈവം തയ്യാറാണെന്ന് അറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചാണ്. പക്ഷെ ആത്മസാരം വരുന്നവരാണ് കൃത്യമായിട്ട് വായിച്ചു, യേശു ക്രിസ്തുവാണ്. ഇത് രണ്ടും ഇന്ന് നൽകാൻ പിതാവും പുത്രനും തയ്യാറായിരിക്കുകയാണ്. ആഗ്രഹമുള്ളവർ എത്ര പേര് ഇരിപ്പുണ്ട്? ആഗ്രഹമുള്ളവർ എത്ര പേര് ഇരിപ്പുണ്ട്? നല്ലൊരു കല്യാണം പറയാൻ പറ്റുമോ? സുനിൽ എന്ന മോനെ കൊണ്ട് വിളിക്കുകയാണ്. എൻ്റെ മോൻ്റെ പ്രായമില്ല, 8 വയസ്സുകാരി എൻ്റെ മോനെ കാണും. അപ്പം എൻ്റെ 3ാമത്തെ കൊച്ചായിട്ടാണ് തൽക്കാലത്തിൽ ഞാൻ ഇപ്പോൾ കരുതുന്നത്. കുഴപ്പമില്ലല്ലോ പാസ്, ഒരു കുഴപ്പമില്ലാത്ത തലയാട്ടി സമ്മതിച്ചത്. ഇങ്ങോട്ട് നോക്കണല്ലേ കേട്ടോ. ഇദ്ദേഹത്തിന് ഉള്ളിൽ ഒരു താല്പര്യം. എന്താ താല്പര്യം? അഭിഷേകം കിട്ടിയാൽ മതി. കേൾക്കുന്നുണ്ടോ? അഭിഷേകം കിട്ടിയാൽ മതി. അപ്പോൾ ആ മോൻ വന്നിട്ട് പോലെ 4ാമത്തെ മോനാണ്. കണ്ടില്ലയോ? അദ്ദേഹമാണ് നല്ല നമ്പർ 1 കീബോർഡിസ്റ്റ് അല്ലേ? സ്വരഗ്രാമ പേടകം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ മലയാളത്തിൽ. സ്വരഗ്രാമ പേടകം നിരക്കളിച്ച് വിനോദിക്കുന്ന കരുത്തനായ ഒരു സാരഥിയാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആത്മസ്ഥാനം കിട്ടിയാൽ മതി.
ഇവിടെ അഭിഷേകം കിട്ടിയാൽ മതി, ഇവിടെ ആത്മസ്നാനം കിട്ടിയാൽ മതി. രണ്ടും തെറ്റല്ല, പക്ഷെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് പിതാവ് അഭിഷേകം തരാൻ തയ്യാറ്, പുത്രൻ ആത്മസ്നാനം തരാൻ തയ്യാറാണ്. ആമേൻ. അവിടുത്തെ ഹിതപോലെ ഞങ്ങൾക്ക് ലഭിക്കണമേ, ഇന്നത്തെ മീറ്റിംഗിൽ ലഭിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. അവിടുത്തെ നമ്മൾ ഇത്രയും വിജ്ഞാനമൊക്കെ ആയിട്ട് എത്ര യുഗങ്ങളാണ് പഠിച്ചത്? മൊത്തം യുഗങ്ങളത്തെ 5. എല്ലാവരും കൂടെ നോക്കാം, എത്ര യുഗങ്ങളാണ്? 5. നമ്മുടെ യുഗം എത്രാമത്തെ യുഗമാണ്? 5 യുഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. 1 ഏഷ്യൻ ഡേയ്സ്, 2 ഏജ് ഓഫ് ലോ, 3 അക്സെപ്റ്റബിൾ ടൈം, 4 ആവർത്തന ശേഷി, 5 മിലേനിയം. ഇത് ബൈബിൾ എഴുതിയില്ല, പണ്ഡിതന്മാരൊന്നും. അതിൽ 3ാമത്തെ യുഗമാണ് നമ്മുടെ യുഗം. എന്നെ ശ്രദ്ധിക്കണം കേട്ടോ, 3ാമത്തെ യുഗമാണ് നമ്മുടെ യുഗം. നമ്മുടെ യുഗം വരുന്നതിന് മുമ്പും അഭിഷേകം നടന്നിട്ടുണ്ട്. നമ്മുടെ യുഗം വരുന്നതിന് മുൻപും അഭിഷേകം നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ യുഗത്തിലാണ് ആത്മസ്നാനം നടന്നിട്ടുള്ളതെന്ന് അറിയുന്നവരൊക്കെ. ഞാൻ ഈ പറഞ്ഞ വാചകം എല്ലാവരും ആവർത്തിച്ച് ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാവരും പറഞ്ഞാട്ടെ പ്ലീസ്, അതകത്ത് കിടക്കണം. നമ്മുടെ യുഗത്തിന് മുമ്പ് അഭിഷേകം നടന്നിട്ടുണ്ട്. ഈ യുഗത്തിനും അഭിഷേകമുണ്ട്, അടുത്ത 2 യുഗത്തിനും അഭിഷേകമുണ്ട്. അങ്ങനെയെങ്കിൽ 5 യുഗങ്ങളിലും അഭിഷേകമുണ്ട്. എന്നാൽ ആത്മസ്നാനം ഈ യുഗത്തിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. കൈയടിച്ച് ദൈവത്തെ സ്നേഹിച്ചാൽ ലൈറ്റ് ഫോർ ഇന്ത്യ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് എവിടെയാണെന്ന് അറിയുന്ന പാസ്റ്റർമാരത് ഇരിക്കുന്നത്? നെയ്യാറ്റിക്കരയ്ക്ക് അപ്പുറത്താണ്. അതിനൊരു മീറ്റിംഗ് നടക്കുകയല്ല, കോളേജിൽ പഠിപ്പിക്കാൻ വിളിച്ചു തന്നെ. അപ്പോൾ ക്രിസ്താസ് സാറ് ചെറിയ വിദ്യാഭ്യാസമുണ്ട്, ഒരു 6 MA കഴിഞ്ഞ് PhD കൊടുക്കും. സോ അടുത്ത PhD റിസർച്ച് ചെറിയ വിദ്യാഭ്യാസം പറഞ്ഞത്. അദ്ദേഹം എന്നോട് സാറേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പുള്ളിയുടെ ഇതിലെ ക്യാമറയിൽ തന്നെ റെക്കോർഡ് ചെയ്യാം, പുള്ളിക്കാരനെ റെക്കോർഡ് ചെയ്യാം. സോ 8 മണിക്ക് സാധാരണ 1 മണിക്ക് ആരംഭിച്ചാൽ ആ ക്ലാസ് വൈകിട്ട് 9 മണിക്ക് തീരുക. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും. ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പാവപ്പെട്ടത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 6 മണിക്ക് സന്ധ്യ ക്ലാസ് ആരംഭിച്ചു. 6:40 ആയപ്പോഴേക്കും ഒരു പരിശുദ്ധാത്മ പകർച്ച ആരംഭിച്ചു. റെക്കോർഡുണ്ട്. ഇത് ആരംഭിച്ചപ്പോൾ നമ്മുടെ ക്രിസ്താസ് സാറ് എൻ്റെ അടുത്ത് വന്ന് പറയല്ലേ, പ്ലീസിലോ നിർത്തണ്ട, കേട്ടില്ലേ? നിർത്തണ്ട, അവരുടെ നിവാസം പറയണല്ലേ, അവിടെ നിവാസം ചോദിക്കണ്ടേ, പുള്ളിയുടെ വാക്കാണ്. പ്ലീസിലോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാണുന്നത് സാറ്. 6 MA കഴിഞ്ഞ് PhD കഴിഞ്ഞ് ഇപ്പോൾ PhD റിസർച്ച് ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ള നമ്പർ 1 പാർട്ടിയാണിത്. തന്നെ വായന PhD-യാ. വിജ്ഞാന വിചക്ഷണ വേദിയിലെ വൈജ്ഞാനിക പീഠം അനുഭവിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരും ഇത് വേണമെന്ന് നിർബന്ധമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. രജി പാസ്റ്ററെ ഞാൻ നിർത്തിയില്ലേ? 9:30 ആയപ്പോൾ
പിള്ളേർ നൃത്തം വിദ്യ ആവശ്യമാണ്. തെരുക്കിടവുള്ള അറിയുന്ന പ്രദേശമാരും ഇരിക്കുന്നത് കാരണം തെരുക്കിടവുള്ള അറിയുന്നവരുണ്ട്. ഫ്രീസറോ തെരുക്കിടവുള്ള കോളേജിലാണ് ലൈറ്റ് കോളേജ് എന്ത് സംഭവിച്ചവരുണ്ട്. ഒടുക്കം ഞാൻ പിറ്റേ ദിവസം രാവിലെ അറിയുന്നത് 14 പേർക്ക് ദൈവം കൃപാവരം കൊടുത്തത്. ഈ മീറ്റിങ്ങിലും കൃപാവരം തരാൻ ദൈവം തയ്യാറാണെന്ന് ഉറപ്പുള്ള അഭിഷേകം തരാൻ ദൈവം തയ്യാറാണ്. ആത്മസ്ഥാനം തരാൻ ക്രിസ്തു തയ്യാറാണ്. അങ്ങനെയെങ്കിൽ കൃപാവരമായി തരും. 1 കൊരിന്ത്യർ 12:11. ഞാൻ തിരുവഴുത്തില്ലാതെ പറയില്ല, ആ കാര്യം ഉറപ്പാണ്. വായിച്ചാൽ ഇവിടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? എല്ലാവരും കൊണ്ട് നോക്കണം കേട്ടോ. ഫ്രീസറോ ആ മോള് തന്നെ വായിച്ച് ജീവല്ലേ വായിച്ചേ വായിച്ചാൽ First Corinthians chapter 12 verse 11. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നത് ആരാണെന്ന ചോദ്യം. ഒരു കാര്യങ്ങൾ വ്യക്തമായില്ലേ? അഭിഷേകം നൽകുന്നത് പിതാവ്, ആത്മസ്ഥാനം നൽകുന്നത് ക്രിസ്തു, കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനിയൊരു വാദം നമുക്ക് ഒരുമിച്ച് പറയാം. ഞാൻ പറഞ്ഞതിനൊപ്പം മറക്കൂടെ? വിഷമുള്ളവർ ആരെങ്കിലുണ്ട്? ഹെഡ്വെറ്റുള്ളവരുടെ അത് പറയുന്നത് കേട്ടോ. പിന്നെ അവർക്ക് ആ ഹെഡ് ഉപയോഗിക്കേണ്ടതല്ല, വീട്ടോട് പോയി. അതുകൊണ്ട് ഹെഡ്വെറ്റുള്ളവർ ആരും പറയുന്നത് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ക്ലാസ് 10ാം ക്ലാസ് മുതൽ PhD വരെ എൻ്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളാണ്. അവരൊക്കെ പറയും ഞാൻ പറയുന്നത് ഞാനും സാധാരണക്കാരനല്ലേ അല്ലേ? ഒന്നിച്ചെന്ന് പറയാം. എന്ന് പറഞ്ഞേ പിതാവായ ദൈവമാണ് അഭിഷേകം നൽകുന്നത്. പുത്രനായ ക്രിസ്തുവാണ് ആത്മസ്ഥാനം നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് കൃപാവരം പകുത്തു കൊടുക്കുന്നത്. ഇത് മൂന്നും ഈ മീറ്റിംഗിൽ കർത്താവെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക.
പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഹൃദയം ഒരുക്കിയിട്ടുള്ളവരൊന്ന് കയ്യൊന്ന് ഉയർത്തി കാണിക്കാതെ ഒന്ന് ഉയർത്തി. എൻ്റെ ഹൃദയത്തെ ഒരുക്കിയിരിക്കുന്നു. ദൈവമേ, അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ, പ്ലീസ് അങ്ങ് പ്രവർത്തിക്കണമേ. നല്ല നിലങ്ങളെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇല്ലേ? ഇപ്പൊ പാടാൻ നേരമില്ലാത്തതുകൊണ്ടാണ് പാടാതെ. പാടിയ ഇപ്പോഴും കൂടെ നിൽക്കില്ല കാര്യം. ഇനി നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകണം. അഭിഷേകം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഞാനിപ്പോ പറയുകയാണ്. നിങ്ങൾ നന്നായി കേട്ടിട്ട് എഴുതാവും. അഭിഷേകം എന്തിനു വേണ്ടിയാണ്? ഫോർ വാട്ട്? അനോയിന്റിങ് ഫോർ വാട്ട്? അത് മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. എല്ലാവരും പറഞ്ഞേ, അഭിഷേകം അനോയിന്റിങ് ഫോർ മിനിസ്ട്രി. ഉറക്കെ പറഞ്ഞേ, കേട്ടില്ലേ? എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ചോദ്യം ഇങ്ങോട്ട് നീങ്ങിന്റെ മനസ്സിൽ, ഇദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഒരു മിനിസ്ട്രി ദൈവരാജ്യത്തിന് വേണ്ടി തന്നെ ചെയ്യണം. ആ നിലയിലൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവം പ്രായമില്ലാത്ത ആളാണെങ്കിൽ, കുഞ്ഞാണെങ്കിൽ, അവരെ അഭിഷേകം ചെയ്യുമ്പോൾ അവന് മിനിസ്ട്രി ഉണ്ടോ? ഒത്തിരി സംശയങ്ങൾ തീരണ്ടേ അല്ലേ? അവന് മിനിസ്ട്രി ഉണ്ടോ? ഉണ്ടെന്നേ. ഒരു പനിച്ചു വിറച്ചു കിടക്കുന്ന പിതാവിൻ്റെ അടുത്ത് അമ്മ ചെന്ന് പറയാ, ഞാൻ വെള്ളം എന്താ തുടക്കില്ല, ചൂട് കളയാനായിട്ട് അങ്ങനെ ഒരു പരിപാടിയില്ലേ? അതൊക്കെ നേഴ്സുമാരോട് ചോദിച്ചാൽ അറിയുള്ളൂ, ഞങ്ങളുടെ ഉപദേശിമാരോട് ചോദിച്ചാൽ മതി. അതിന് വേണ്ടി അമ്മ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ നോക്കി, ചൂട് കളയാത്തിന് ഗുളിയൊക്കെ കൊടുത്തു. ഈ കൊച്ചു പറഞ്ഞു, മമ്മി അതല്ല വേണ്ടത്, അഭിഷേകം കൊണ്ട് ഈ കെട്ടഴിയുന്നതല്ലേ പഠിച്ചിരിക്കുന്നത്. 7 വയസ്സ് പ്രായമുള്ള കൊച്ചൻ പറഞ്ഞപ്പോൾ അമ്മ തരിച്ചു നിന്നുപോയി. അമ്മ എനിക്ക് അറിയുന്ന അമ്മയായിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നമ്മോ പ്രാർത്ഥിക്കും. ഒരു പരീക്ഷ നടത്തിയത് കേട്ടോ. ആ പാവം കുഞ്ഞ് കൈ ഉയർത്തി പറഞ്ഞു, എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പന് പനി മാറ്റി കൊടുക്കണേ. കേട്ടില്ല? എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പന് പനി മാറ്റി കൊടുക്കണേ. അവിടെ രോഗശാന്തി നടത്തിയ എൻ്റെ ദൈവത്തിന്റെ അഭിഷേക ചൈതന്യ ശക്തി ഇവിടെയും വെളിപ്പെടുമെന്ന് ഒരു വാക്യം ഇവിടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവരും ബൈബിൾ എടുക്കണം കേട്ടോ, എല്ലാവരും ബൈബിൾ എടുക്കണം. അഭിഷേകത്തിൻ്റെ
ലക്ഷണം എന്ന് പറയുന്നത് അന്യഭാഷയല്ല. 5 എബ്രായ പദങ്ങളാണ് എൻ്റെ കണ്ണിൽ മലയാളത്തിലേക്ക് അഭിഷേകമെന്ന് തർജ്ജമീകരിക്കുന്നത്. ഇദ്ദേഹത്തിന് പോകണമെന്ന് ആഗ്രഹമില്ല. ഞാൻ പലവട്ടം കൈ കാണിച്ചിട്ട് ഒരു വട്ടം പോലും പോകാൻ താല്പര്യമില്ല. എന്തായാലും അവിടെ ചിന്തിക്കുക. 5 എബ്രായ പദങ്ങളാണ് അഭിഷേകത്തിന് വേണ്ടി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 7 ഗ്രീക്ക് പദങ്ങളാണ് പുതിയ നിയമത്തിൽ മലയാളത്തിലേക്ക് അഭിഷേകമെന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ആ വലുപ്പത്തിലെ പഠിക്കൽ പരിശുദ്ധാത്മാവ് എന്ത് എഴുതിയോ ആ ഉയരത്തിൽ, ആ ആഴത്തിൽ, ആ വീതിയിൽ, ആ നീളത്തിൽ പഠിക്കാൻ കൊതിയുള്ളവരെ പ്രകടിപ്പിക്കുന്നു. സൈമൺ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, സത്യവേദമുദ്രം. അതിന് വലിയ മറുപടി കൊടുത്ത മറുപടി കൊടുത്ത പുസ്തകമാണ് അത് എഴുതിയിരിക്കുക. അതിൻ്റെ പുറകിൽ 46 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇന്നേക്ക് 53-54 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകിലുള്ള ആ പുസ്തകങ്ങളുടെ പേരുകൾ കണ്ടിട്ട് അതിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതുപോലൊരു ലൈബ്രറി എനിക്ക് തരേണ്ടത്. വിവരദോഷമൊക്കെ പ്രാർത്ഥിച്ചതാണ്, പക്ഷെ അത് വിവരമാക്കി മാറ്റിയിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അകത്തൊരു തേഴ്സ്റ്റ് വന്നാൽ അങ്ങനെ തന്നെ ഉള്ള നിലയിൽ ദൈവത്തോട് തുറന്ന് പറ. സ്വർഗം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള എല്ലാം ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 10:38. വേഗം നമുക്കതിലേക്ക് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:38. മതി മോനെ. ഷാർജയിൽ, ദുബൈയിലെ സ്പീഡിലാണ് കൊച്ചു വായിക്കുന്നത്. ഞാൻ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സ്പീഡിൽ തന്നെ വായിച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. ജിയെ പേടിക്കണ്ട. ആ വായിക്കൊന്ന് നിർത്തി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും. അപ്പൊ അഭിഷേകം എന്ന് പറയുന്ന ഈ വാക്യത്തിൽ എന്താണ്? അവർക്ക് പോകാം. പരിശുദ്ധാത്മാവും ശക്തിയുമാണ് അഭിഷേകം. അപ്പോൾ ഒരു വ്യക്തിക്ക് അഭിഷേകം ലഭിച്ചെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ശക്തിയും ഒന്നിച്ചു വരുന്നതാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവും ശക്തിയും ഒന്നിച്ച് എന്റെ ജീവിതത്തിൽ കേന്ദ്രീകരിച്ച സമയമാണ് അഭിഷേകം ലഭിച്ച സമയമാണ്. ഇനിയാണ് ഞാൻ സുധീരനെ വിളിക്കുന്നത്. ഇനി വിളിക്കാം, പ്രശ്നമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ മുഖച്ചായ കണ്ടിട്ട് അപ്പൻ മോഹൻ തോന്നിക്കുന്നത് ഇല്ല. വാസ്തു കറക്റ്റ് നിങ്ങളെല്ലാം പ്രസാദിച്ചു. എനിക്കൊരാഗ്രഹം, എൻ്റെ മോൻ ഒരു PhD എടുക്കണം. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരാഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, അനുസരിച്ച് പണം ഉണ്ടാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇതെങ്ങനെ അതിന് പിന്നാലെ വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റോബർട്ട് സാർ പറഞ്ഞു, മോനെ PhD എടുത്തിട്ടൊന്നും കാര്യമില്ല. കേട്ടില്ല. ഇത് കേട്ടപ്പോൾ മുതൽ ഒറ്റ തിരിച്ചിലാണ്. എല്ലാവർക്കും പിടിയില്ലോ? ഇല്ല, ഇദ്ദേഹം ജോബ് ഓറിയന്റഡ് കോഴ്സ് പഠിക്കാൻ പോകും. അപ്പൊ എൻ്റെ ഇഷ്ടം നിറവേറിയോ എന്ന് എന്നെ ചോദിച്ചു. ചില ഇരുപ്പ് കണ്ടാൽ സുനിലിന്റെ ചേട്ടന് ചേച്ചിയാണ്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന കാര്യത്തിൽ പുറകിലേക്ക് നീങ്ങില്ല. ഇന്നവരെ ഫ്രണ്ടിലേക്ക് വരണമെന്ന് നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഉറക്കെ പറയാൻ പോവുകയാണ്. താല്പര്യമുള്ളവരെ കയ്യൊന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുമോ? എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എൻ്റെ മേൽ അഭിഷേകം വെച്ച് അഭിഷേകത്താൽ ദൈവരാജ്യ വികസനത്തിന് വലിയ കാര്യങ്ങൾ എന്നിലൂടെ നടത്താനാണ്. എന്നിലൂടെ നടത്താനാണ്. Through me, by me.
കളയോ? മാലയിക്കട അവിടെ പറയൂ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മാറി നിൽക്കുന്ന പറഞ്ഞ കാലത്താണ് റോബർട്ട് സാർ പറഞ്ഞനുസരിക്കാൻ പറ്റും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ദൈവം നിന്നോട് വ്യക്തമായി പറയുകയാണ്, നിന്റെ മേൽ വെച്ച അഭിഷേകത്തിന്റെ ചാകര ചൈതന്യം ചരിത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദൈവം. ആഗ്രഹിക്കുന്ന ആളാണ് ദൈവം. അതുകൊണ്ടുകൊണ്ട് ഈ മീറ്റിംഗിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ UAE അത് അറിയും, ഇതര സ്ഥലങ്ങൾ അറിയും, നാട്ടിലുള്ള നിന്റെ കുടുംബങ്ങൾ അറിയും, നാട്ടിലുള്ള നിന്റെ സഭകൾ അറിയും. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അറിയുമാക്കാൻ പരിശുദ്ധാത്മാവും ശക്തിയുമാണ് അഭിഷേകം എന്ന് പറഞ്ഞതിന് വരും. ഒന്നിച്ച് ലഭിക്കുന്നതാണ് അഭിഷേകം. അവിടെ അന്യഭാഷ പറയുന്നില്ല. അറിഞ്ഞിരിക്കണം, ബൈബിൾ ഒരിടത്ത് പോലുമില്ല. അഭിഷേകത്തിന്റെ 5 എബ്രായ പദങ്ങളും 7 ഗ്രീക്ക് പദങ്ങളും വാക്യങ്ങളും മുഴുവൻ 3-4 തവണ വായിച്ചു നോക്കിയാൽ കേട്ടോ. 5 ബൈബിൾ നോക്കി, ഹീബ്രു, ഗ്രീക്ക്, 2 ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിൾ. അതുകൂടാതെ ഹിന്ദി മാറും നഹി എങ്കിലും തപ്പി പിടിച്ച് വായിക്കും. തമിഴ് പേസ தெரியாது, വാസിക്ക தெரியாது, എങ്കിലും ഞാൻ തപ്പി പിടിച്ച് വായിക്കും. അത് വേറെ. അതുകൊണ്ട് ധൈര്യമായി പറയുകയാണ്, തിരുവെഴുത്ത് പറയുന്നത് തിരിച്ചറിയാൻ ഈ ഒരു മീറ്റിംഗ് ദൈവം നമ്മൾ കണ്ടതിനാൽ സന്തോഷത്തോടെ പറയണം. കർത്താവേ, അഭിഷേകത്തിന്റെ ലക്ഷ്യപൂർത്തിക്ക് എന്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുക. അഭിഷേകത്തിന്റെ ലക്ഷ്യപൂർത്തിക്ക് എന്റെ ജീവിതം സമർപ്പിക്കുകയാണ് എന്ന് സമർപ്പിച്ച. ഇനി നമുക്ക് 2-ാം ഭാഗത്തേക്ക് വരാം. 2-ാം ഭാഗത്ത് ആത്മസ്നാനം എന്നതാണ് വിഷയം. ആത്മസ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് ആരംഭിക്കുന്നത്. ആത്മസ്നാനം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. ആത്മസ്നാനം തുടരുന്നില്ല എന്ന് വാദിക്കുന്ന വലിയൊരു ആൾക്കാരുണ്ട്. അതെവിടെ മാത്രമേ നടന്നിട്ടുള്ളൂ? പെന്തക്കോസ്താനിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. വിട്ടാവാദക്കാരുടെ എഴുത്തുകാരുണ്ട് ഏതെങ്കിലും ദിവസം. എന്നാൽ അവരുടെ ഇടയിൽ തന്നെ ആത്മസ്നാനം തുടരുന്നെന്ന് പറയുന്ന ബഡ പണ്ഡിതന്മാരുണ്ട്. സ്വോത്രം. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ നമുക്ക് മറുപടി തരാൻ ആളുകളുള്ളതുകൊണ്ട് കഷ്ടപ്പെടണ്ട. ചോദ്യം, ആത്മസ്നാനം നടന്നോ? എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 15-16 വാക്യം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോ. എല്ലാവരും ഇതിലേക്ക് നോക്കിയ ജീവനം വായിക്കുമ്പോൾ എല്ലാവരും ഇവിടെ നോക്കണേ. പ്ലീസ് പ്ലീസ്. മോളെ വായിച്ചോ, മോളെ നോക്കി വായിച്ചോ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ്. പത്രോസ് പറയുകയാണ്, കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് ജാതികളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗം ആരംഭിച്ചു, സംസാരം ആരംഭിച്ചു. ആ തുടങ്ങിയ സമയത്ത് എന്ത് നടന്നെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവ് എപ്പോൾ? അപ്പൊ പത്രോസ് അടക്കമുള്ള ഒരു സദസ്സിൽ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നടന്നിട്ടുണ്ട്. പത്രോസ് അടക്കമുള്ള ഒരു മീറ്റിംഗിൽ ഇതിനു മുമ്പ് ഈ പ്രസംഗം പറയുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അതാ പറയുന്നത്, ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ ഇവരുടെ മേലും. ആ പരിശുദ്ധാത്മാവ് പകരുന്നത് തുടരുപോയില്ലയോ? ഇന്നും തുടരുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് കഴിഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞ അടുത്ത വാക്യം വായിച്ച് അടുത്തത് അതിനകത്ത് അപ്പോൾ ഞാൻ
4-5 സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ്. അപ്പൊ ആരാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് കൊണ്ട് ഏറെ നാൾ കഴിയും മുമ്പ് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരോട് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് നമ്മുടെ കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ആ കാര്യം എവിടെ വെച്ച് ഓർക്കുക? കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന കാര്യം പത്രോസ് മുമ്പിലിരിക്കുന്ന ജനത്തോട് പറയുമ്പോൾ പറയുകയാണ്, ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ ഇവരുടെ മേൽ വന്നു, അത് ആത്മസ്നാനമായിരുന്നു. ഒരു അത് ആത്മസ്നാനമായിരുന്നു. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ള എത്ര പേരുണ്ട്? അത് ആത്മസ്നാനമായിരുന്നു. ആമേൻ. ഇവിടെ നടക്കുന്നത് നോക്കിയിരിക്കരുത്. പെട്ടാശാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുള്ളി വെള്ളം പോയതിൻ്റെ കാലത്ത് നിങ്ങളുടെ ചിന്ത ചിതറരുത്. ചിതരരിച്ച് ചിന്തകളുടെ ഉടമസ്ഥരാകരുത്. വളരെ ഗൗരവമായ കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ നടന്നത് എന്താണെന്ന് തെളിവായല്ലോ. എന്ന് പറഞ്ഞ് ആത്മസ്നാനം. അവരുടെ പറഞ്ഞ് ആത്മസ്നാനം തുടർന്നു. അത് ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, അത് വീണ്ടും കടം നടത്തി. എവിടെ വെച്ച്? കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച്. സ്വതന്ത്രം 10ാമത്തെ ക്യാപ്റ്റനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് കർത്താവ് വീണ്ടും എന്ത് ചെയ്തു? ആത്മസ്നാനം നടത്തിയെങ്കിൽ ഷാർദയിൽ വീണ്ടും ആത്മസ്നാനം നടത്തുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. ശക്തിയായ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. അപ്പൊ ആത്മസ്നാനം ആവർത്തിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ പറഞ്ഞ് നിങ്ങൾ പറയും. ആവർത്തിക്കോ? ആവർത്തിക്കും. എന്നാൽ ആവർത്തിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനം നടന്നപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഇതിനോട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ വായിക്കാൻ ടൈം എടുത്താൽ ഇന്നൊന്നും തീരില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ പറയാം, ഇന്നൊന്നും തീരില്ല. തീരണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് മുഴക്കം. 2, വീട് മുഴുവൻ നിറച്ചു. 3, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേരും. അഗ്നി വന്നതല്ല, കേട്ടില്ല. ആകാശത്ത് ഇറങ്ങി വന്നത് അഗ്നിയല്ല. പെന്തക്കോസ്താനിൽ അഗ്നി ഇറങ്ങുന്നൊക്കെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. പോലെയാണ്. പ്രാവ് പോലെ ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്നത് പ്രാവ് എന്നതാണോ? അപ്പൊ ഈ പോലെ എന്ന വാക്ക് കാണാത്തോണ്ടാണ് അത് വല്ലാതെ പുകച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്ന കൃത്യം അറിയണം. ഇവിടെ വന്നിരിക്കുന്ന കാര്യം പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്നതാവുക. അഗ്നിയല്ല കണ്ടത് കേട്ടോ. അടുത്തത്, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്തത്, എല്ലാവരും പരിശുദ്ധാത്മാവെന്നാണ്. എന്താ പറഞ്ഞ? എല്ലാവരും. അപ്പൊ എല്ലാവരും എന്താ പറയൂ? സഭയ്ക്ക് എല്ലാം ദൈവം നടത്തിയോ? സഭയ്ക്കകത്ത് ദൈവം എല്ലാവരും നടത്തിയോ? ഉറപ്പുള്ളവർ എത്ര പേര്? ചിലര് പറയുന്നത് നമ്മുടെ റെഡിപ്പാസിന് നടക്കും, റോബർട്ട് സാറിന് നിറച്ചു കൊടുക്കില്ല. ഗ്ലോറി അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും നിറച്ചു. എന്റെ ദൈവം നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭ മുഴുവനും നിറയുമെന്ന് അറിയുന്നവർ കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഞാനിവിടെ വായിപ്പിക്കാൻ പോകും കേട്ടോ. എല്ലാവരും ഒന്ന് വായിക്കണേ. അടുത്ത വാക്യം ഒന്ന് വായിച്ച് എല്ലാവരും വിളിച്ച് വായിക്കണം. എല്ലാവരും ഇവിടെ വെച്ച് വായിക്കണം കേട്ടോ. വായിച്ച്
ആ. അന്യഭാഷ അല്ലല്ല, പറ അന്യഭാഷ പറ. മനസ്സിലായില്ല. ഇപ്പൊ വീട്ടിൽ തോന്നുന്നു അല്ലേ? ഇത് പറയിപ്പിക്കുന്ന അന്യഭാഷയല്ല, പരിശുദ്ധാത്മാവും ദൈവം നൽകുന്ന അന്യഭാഷയാണ്. അറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ ഇന്ന് മാജിക് ട്രീറ്റ്മെന്റ്, അന്ന് മാജിക് ട്രീറ്റ്മെന്റ് അല്ല, ദൈവം നേരിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നു. അതാണ് അന്യഭാഷ എന്നറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ ഒന്നോട് നിർത്തി വായിച്ചാൽ ഇതെല്ലാവരും നോക്കണേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത്. ഇന്ന് അങ്ങനെയല്ലല്ലോ വായിക്കണ്ടേ, ഇന്ന് രചിച്ചല്ലേ വായിക്കുന്നേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതത് മാസ്റ്റർമാരെ തലയിൽ വെച്ച് കുലുക്കി പറ അങ്ങനെ പറയിപ്പിച്ചു അല്ലേ? ഇതാണ് ഇന്നത്തെ ആത്മസ്ഥാന അടവുകൾ മാറ്റി ഒറിജിനൽ വരണമെന്ന് അപ്പോ ഈ യാന്ത്രിക അന്യഭാഷ നിർത്തണം എന്നാഗ്രഹമുള്ളവരുടെ യാന്ത്രിക അന്യഭാഷ നിർത്തണം. ഞാൻ ഒരു പാട്ടിൽ രണ്ടുപേരും പാടാം. അപ്പൊ അതിന്റെ റീത വേണം നോക്കണം. യേശുയൻ ആദിസ്ഥാനം ആശ അവനിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഏതാ 110 ഇതോ? ഇത് 180 ആയെങ്കിൽ അന്യഭാഷ കേട്ടില്ല. ഇപ്പൊ വീഡിയോ അതാണ് തെറ്റായിട്ട് പാവപ്പെട്ട ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാറില്ലേ? ഒരുപാട് വർഷത്തെ എത്ര കൺവെൻഷൻ പ്രസംഗിച്ചില്ലേ? അപ്പൊ ഈ മ്യൂസിക് ടീമുകാരെ കൈകാണിക്കും. അപ്പൊ ഇവിടെ തുള്ളി തുറന്നു. അത് മെക്കാനിക്കലാണ്, അത് ഒറിജിനൽ അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ. ഞാൻ എത്ര പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതല്ല വേണ്ടത്. ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന് സാധനം കൊടുത്ത് നിങ്ങൾ വരയിട്ട് കാണിച്ച് നിങ്ങൾ ഇതിന്റെ സ്പീഡ് കൂട്ടി ടോണും ടൂണൊക്കെ തെറ്റിച്ച പരിപാടി നശിക്കരുത്. പരിശുദ്ധാത്മാവ് തന്നെ അബുദാബിയിൽ 1993 ഐക്യ കൺവെൻഷൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ പാസ്റ്ററില്ല. അദ്ദേഹം പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു വെള്ളിയാഴ്ച 12 കൃത്യം നിർത്തണം, മറ്റേ പാർട്ടി കാത്തുക്കുക പാർട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു പാസ്റ്റർ 12 നമുക്ക് ക്ലോസ് ചെയ്യണം, 12:25 വരെ പ്രസംഗിക്കണം. കേട്ടില്ലേ? 12:25 ഞാൻ കറക്റ്റ് പ്രസംഗം നടത്തി. അല്പം കഷണ്ടി തന്നെ ഞാൻ സഹോദരൻ Blessed assurance, Jesus is mine. ആ ഗിത്താറിൽ ബേസ് ഗിത്താർ കളിച്ച് ആ പാവം ഈ സ്പീഡിലെ പാടി. പക്ഷെ പാസ്റ്റർ ഒരു കാര്യം അറിഞ്ഞു, ദൈവാത്മ പകർച്ച വരാൻ അവിടെയാണ്. അവിടെ ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിലേക്ക് ഈ ആരാധന അങ്ങനെ തന്നെ മാറ്റുകയാണ്. നിങ്ങൾ എന്റെ കൂടെ വന്നു കേട്ടോ. എന്റെ വീട്ടിലേക്ക് ഈ ആരാധന നമുക്ക് ഒന്നിച്ചോട്ട് പോകാം. എല്ലാവരും അവിടെ ചെന്നു. 5:15 മണി വരെ ഒറ്റ പാട്ടാകാണ്. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ ഹൃദയമുള്ള സഭയോട്, വ്യക്തികളോട്, പാസ്റ്റർമാരോട് നീയല്ല പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയിപ്പിക്കലല്ല, ഇത് പറയുന്നതാണ്. മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കല്ല, പരിശുദ്ധാത്മാവ് പറയാണ് ഇന്നത് പറയാം. ഇനി അത് സംബന്ധിച്ച് ബൈബിളിലെ തിയോളജിക്ക് പറഞ്ഞാൽ സന്തോഷമുണ്ട്. സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയും. ഈ ദുബായില് 9:30 പ്രസംഗം ആരംഭിച്ചു. രാവിലെ
രാവിലെ 5:30 വരെ പ്രസംഗിച്ച് കുഞ്ഞു ഉദ്ദേശിച്ചില്ല. ട്രിനിറ്റി കോളേജ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നാളെ രാവിലെ ജോലിക്ക് നേരെ പോയാൽ മതി എന്നുള്ള മട്ടിലിരിക്കുന്നത്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഒരു സെക്കൻഡ് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അന്യഭാഷയിൽ. രണ്ടാമത്തേത് ദൈവത്തിന് ഇഷ്ടമല്ല. മനസ്സിലായി. ഒരു വലിയ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് നടക്കുക. പരിശുദ്ധാത്മാവ് എന്റെ നാവിൽ വചനം തന്നു എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ നാവിൽ ഭാഷ തന്നു എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ നാവിൽ അന്യഭാഷ തന്നു എഴുതിയിട്ടുണ്ട്. ആത്മസ്നാനം നടന്നു എന്ന് പറയാം. അതിലൊരെണ്ണം മാത്രം നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ 3 സ്ഥലത്തും ആത്മസ്നാനം നടന്നില്ല. അവിടെ എല്ലാം അന്യഭാഷയാണ് അടയാളം. തുടർന്ന് അടയാളം, കണ്ടിന്യൂ ആയിട്ടുള്ള അടയാളം അന്യഭാഷ നടത്താം. മറ്റടയാളങ്ങൾ എന്തിട്ടില്ല. ആരംഭിച്ചെങ്കിലും അത് പിന്നെ കാണുന്നില്ല. പക്ഷെ ഇവിടെ എല്ലായിടത്തും ഒരുപോലെ കാണുന്നത് അന്യഭാഷയാകയാൽ ആത്മസ്നാനത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷ തന്നെയാണെന്ന് ഉറപ്പുള്ളവർ സന്തോഷത്തോടെ കണ്ണീര് പറഞ്ഞാൽ. ഞാൻ ബ്രദറൻ സഭയിൽ നെല്ലിക്കുന്ന് ബ്രദറൻ സഭ 10ാം വിശ്വാസികൾ വലിയ ചർച്ച കേട്ടോ. അറിയുന്ന ഭാഷമാർ അതിലെ സ്റ്റുഡൻ്റാണ്. എൻ്റെ അമ്മ അവിടെ തൊട്ടടുത്തൊരു മലാമ നടത്തുന്ന സംഘത്തോട് പഠിക്കാൻ പറഞ്ഞു. അതിൽ പോകണം. എൻ്റെ ജ്യേഷ്ഠ ടീച്ചിങ് മാസ്റ്റർ പെന്തക്കോസ്ത് അവിടെ കൊണ്ടുവന്നു. അതിന് പോകണം. എൻ്റെ കുട്ടി അങ്ങനെ എൻ്റെ അപ്പൻ പറഞ്ഞു, നീ അത് പോയാൽ പോരാ, ക്രിസ്തു സഭക്കാർ പഠിപ്പിക്കുന്ന ചർച്ചയിൽ പോകണം, സൺഡേ സ്കൂളിൽ. അങ്ങനെ 4 സൺഡേ സ്കൂളിൽ മിനിമം ഒരു ഞായറാഴ്ച പഠിച്ച് കൊച്ചു ഉദ്ദേശിച്ചില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളുടെ ഇരിപ്പുണ്ട് റെഡി പാസ്റ്റ്. അങ്ങനെ വളരെ പഠിക്കാൻ അവസരം കിട്ടിയതിനാൽ ചെറുപ്പത്തിലേ തന്നെ ഉപദേശം പഠിക്കാൻ മനസ്സിലായി. അത് അവസരം കിട്ടി. എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ചാൻസ് കിട്ടി ബർഷബ ബൈബിൾ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി പോകാൻ. ടീച്ചിങ് മാസ്റ്ററാണ് ഒപ്പിച്ചത്. ഞാൻ വളരെ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇന്നും പറഞ്ഞായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അതൊരു വിഷമം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലേ, നിങ്ങളത്തെ തെറ്റിയിരിക്കുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞതാണ്. പറഞ്ഞതല്ല. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി ടീച്ചിങ് മാസ്റ്ററാണ് ആദ്യത്തെ 20-21 ദിവസത്തെ ക്ലാസ്. ആ ക്ലാസ് തീരുന്ന രാത്രി കർത്താവിദാസൻ തന്നെ ഉണ്ടാക്കിയൊരു പാട്ട്, ആ പാട്ട് പാടി എല്ലാവരും ആരാധിക്കുക. 20 വിദ്യാർത്ഥികളും കൈയടിച്ച അന്യഭാഷയിൽ ആരാധിക്കുന്നു. ബ്രദറുകാരെ ഞാൻ മാത്രം നോക്കി നിൽക്കുന്നു. എൻ്റെ അനിയൻ ടീച്ചിങ് മാസ്റ്റർ സഭയിൽ വെച്ച് അന്യഭാഷ വന്നത് എഴുതിയെടുത്താണ് ഞാൻ. ഇവിടെ ഇല്ലയോ? എന്നിട്ട് ഞാൻ ചോദിച്ചു, ആകെ കൂടി ഇത്ര വാക്കേ ഉള്ളൂ, ഇതിനാണ് ഇത്ര വലിയ വാചകം കിട്ടിയിരുന്നത്.
അത് ചർച്ചിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ചോദിച്ചില്ലെങ്കിൽ അടി കിട്ടും. മനസ്സിലായി? അങ്ങനെ ഊറ്റൽ പ്രതികാരങ്ങൾ അന്ന് ഇന്നും. പക്ഷെ തമ്പുരാൻ എന്താ ചെയ്തത്? ആ കോളേജിൽ ഈ പാട്ട് പാടിയിട്ട് ബീച്ചി ഭാഷ പോയി. പിറ്റേ ദിവസം യശ്യാവിൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം കുട്ടികൾ എന്നോട് പറഞ്ഞു, ദോശ ബീച്ചി ഭാഷ പഠിച്ച പാടില്ലേ, ആ പാട്ട് നമുക്ക് പാടണം. എനിക്കാനന്ദം എന്താനന്ദമുണ്ട്, ആ പാട്ട് പാടാറുണ്ട്. അവർ പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ അധ്യാപകനാണ്. ഈ മടക്കേഴ്സിൽ പ്രശ്നമായി മരത്തിൻ്റെ ഒരു മടക്കേഴ്സാണ് പണ്ടത്, ഓർക്കുന്നില്ലേ? ഫ്രണ്ടിലേക്ക് ഇന്ന് അപ്പം വീഴും. ആ കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ കൂടെ വിദ്യാർത്ഥികളും 5-6 പേരെ കസേരയിലിരിക്കുക. ഈ പാട്ട് പഠിപ്പിക്കുക. പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും പരിശുദ്ധാത്മ ഭാഗിച്ചു അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. 4:30 അന്യഭാഷ പറയാ പൊതുകാരൻ. സ്വത്രം. അതിനേക്കാൾ അപ്പുറത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതേ കോളേജിൽ അന്യഭാഷ ശരിയല്ല എന്ന് പ്രസംഗിക്കാൻ പ്രസംഗത്തിനുള്ള അവസരം അതേ കോളേജിൽ തന്നെ ധൈര്യമായി പറഞ്ഞു അന്യഭാഷ ശരിയല്ലെന്ന്. ആ പ്രസംഗിച്ച പുൽപ്പിറ്റിൽ വെച്ചാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ 4:30 തുടങ്ങിയ അന്യഭാഷ കണ്ടപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ബ്രദറുകാരുടെ അന്യഭാഷ പറയാൻ തുടങ്ങിയിരിക്കല്ലേ, ഇന്ന് ഓരോ ഡ്യൂട്ടിയിലും ബെല്ലടിക്കണ്ട. കേട്ടോ നിങ്ങൾ? ഭക്ഷണത്തിന്റെ ബെല്ലില്ല, കാപ്പിയുടെ ബെല്ലില്ല, ഒന്നുമില്ല. ബെല്ലടിക്കണ്ട, നിങ്ങളവിടെ ആരാധിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ 9:35 വരെ ആ കസേരയിൽ നിന്ന് വീഴാതെ കസേരയിൽ നിന്ന് തുള്ളിക്കൊണ്ട് അന്യഭാഷയിൽ ആരാധിച്ച നമ്പർ 1 ബ്രദറുകാരനാണ് ഞാൻ. ഇത് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞു നോക്കിയേ, ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ അനുഭവമാകാൻ എന്റെ ദൈവം അനുവദിക്കണം. അതിന്റെ ശക്തമായ അനുഭവങ്ങൾ, തീവ്രമായ അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ ഈ ഹോളിൽ കലവറയായി വരട്ടെ. അത് ഉണർന്നു ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. 72-73 പഠിച്ചതാണ്. ആ ടൈമിൽ ആരംഭിച്ചതാ, ഇന്ന് വരെ നിന്നിട്ടില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നിന്നു പോകുന്ന പഠിച്ചിരിക്കുന്നത്, ഇന്ന് വരെ നിന്നിട്ടില്ലെന്നേ. സമയം നമുക്ക് തെളിയിച്ചു തരാം. ഒരേ ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ തരുന്ന അന്യഭാഷ എൻ്റെ ജീവിതത്തിൽ തിന്മയല്ല നന്മയാണ് എന്നറിയുന്നവരുണ്ടെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് മാത്രം അന്നത്തെ നന്മകളുടെ കലവറ തെളിയിക്കാറുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തെ പോലെ എടുത്തോ. അതിൻ്റെ 5 മുതലൊന്ന് വായിക്കാൻ കാണിച്ചു കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. മോള് വായിക്കും നന്നായിട്ട്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്ന് യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. അതെ, devout men out of every nation under heaven. അത്ര വായിക്കുന്നുള്ളൂ. അടുത്തത്, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഇവിടെ നിൽക്കണം, ഞാൻ തെളിയിക്കാം. ഇവിടെ താന്താന്റെ ഭാഷ എന്ന് പറയുന്നത് ഡയലക്ടോസ് ആണ്, ഗ്ലോസാരി അല്ല. പെന്തക്കോസ്ത് നാളിലെ പെരുന്നാളിൽ വന്ന എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ഭക്തിയുള്ളവർ കേൾക്കുന്നത് അവരവരുടെ ഡയലക്ടോസാണ്, അവരവരുടെ ഭാഷയാണ്. പറയുന്നവർ 120 പേര് അന്യഭാഷയാണ്. രാമയും പറയാൻ സന്തോഷമുണ്ടോ? അപ്പൊ ഇന്നെന്താ മനസ്സിലാകാത്തത് ചോദ്യമുണ്ട്. അങ്ങനെ മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഈസിയായിട്ട് പറഞ്ഞില്ല. ഇവിടെ വിഷയം തരട്ടെ, ശ്രദ്ധിക്കൂ. അന്ന് അവർ അവരുടെ ഡയലക്ടോസ് ആണ് കേൾക്കുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ വന്ന ബ്രദറിന്റെ പേര് എന്താണ്? ഒന്ന് പറഞ്ഞു. പേര് തന്നെ
മനോജ് ഇങ്ങോട്ട് നോക്കി. മനോജിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഇറാഖിൽ നിന്ന് വന്ന പോലെ ഒരടുപ്പ് കണ്ടാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു വെറുതെയല്ല. അപ്പൊ ഇറാഖിന്റെ ഭാഷ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. മനോജ് പറഞ്ഞു, അത് എന്നോടുള്ള ദൂതാണ്. ദിസ് ഈസ് എ ഗ്രേറ്റ് മെസ്സേജ്. അത് എന്നോടുള്ള ദൂതാണ്. പക്ഷെ കൊച്ചിന് അന്യഭാഷ അറിയുള്ളൂ, ഗ്ലോസറി അറിയുള്ളൂ. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന 120 പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ടൈമിൽ ഒരു കാര്യം കേൾക്കാം, ഒന്ന് വായിച്ചത് താഴോട്ട് ശ്രദ്ധിച്ച്. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? ഈ സംസാരിക്കുന്നവരെല്ലാം അണ്ടർ ഹെവൻ, സ്വർഗത്തിന്റെ കീഴിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും വന്ന ഭക്തിയുള്ള യഹൂദന്മാർ കേൾക്കുക. അവർ പറയുകയാണ്, അവരാ പറയുന്നത്, ഇവര് ഗലീലക്കാരല്ലയോ? 2.5 മണിക്കൂർ നിങ്ങൾ തരാമെങ്കിൽ ആ ഒറ്റ പ്രയോഗത്തിനാണ് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കാൻ പറയുകയാണ്. ആ പറയുന്നവരെല്ലാം ആരാ? അപ്പൊ ഗലീലക്കാരെ കുറിച്ച് അന്നുള്ള രാജ്യങ്ങളിലെ യഹൂദന്മാർക്ക് കൃത്യമായ ഒരു അറിവുണ്ട്. അത് യേശു പറഞ്ഞിട്ടുണ്ട്. സമയത്തിന് പേരിൽ ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് 10 മണിക്കൊന്നും പോകാൻ മറ്റല്ല, പക്ഷെ ആരാധന സമയം കണ്ടിരിക്കണം. കേൾക്കുന്നു ഞാൻ. ഗലീലക്കാരെ കുറിച്ച് കഥ പറയുന്നത്, നാട്ടുകാർ പറയുന്നത് ശ്രദ്ധിച്ചാൽ, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ലല്ലോ. കാരണം എന്താ? BC 721 അശൂരിലേക്ക് പോയ ശേഷം ഒറ്റ പ്രവാചകൻ അവിടെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാതികളുടെ മണ്ഡലമായ ഗലീലയിൽ നിന്നുള്ള 120 പേര് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അന്യഭാഷയിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അന്യഭാഷ ചെറുതായിട്ടാണോ നടന്നത്? ആണോ? വേൾഡ് വൈഡായി അന്നത്തെ അന്യഭാഷയ്ക്ക് വലിയ ഉത്തരം പറയാനുണ്ടെങ്കിൽ അന്യഭാഷയിലൂടെ എന്റെ ദൈവം വലിയ ഉത്തരങ്ങൾ നൽകുമെന്ന് ഉറപ്പുള്ളവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. കരമടിച്ച് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതിന് ഒരെണ്ണമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ.
ഒരു കല്ലേര് പറയാമല്ലേ? ചീജി ഉമ്മച്ചൻ എന്ന് പറഞ്ഞ അപ്പച്ചനെ കണ്ടിട്ടുള്ളവർ അറിയാത്ത ചീജി ഉമ്മച്ചൻ എന്ന് പറഞ്ഞ അപ്പച്ചനെ കണ്ടിട്ടുള്ളോ? എന്റെ ദൈവം ആരും കണ്ടിട്ടില്ലേ? അദ്ദേഹം അധികം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഒറ്റപ്പാലത്തെ ബൈബിൾ കോളേജിൽ ഒന്ന് പഠിപ്പിച്ചപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് 10 കുറ്റിപ്പുട്ട്, 10 നേന്ത്രപ്പഴം, 10 താറാമുട്ട, 2 ലിറ്റർ പാല്, അങ്ങനെ 12 ഐറ്റമേ ഉള്ളൂ. അതെല്ലാം പെട്ടെന്ന് തീർന്നു, ആരും പിടിക്കില്ല. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ച അമിത ഭക്ഷണം പാപമല്ലേ? എന്നെ ഒരു പിടിക്കാനില്ല. എൻ്റെ പൊന്നു മോനെ, ഈ വണ്ടിക്ക് ഈ ഇന്ധനം പോരാ. എത്ര പേർക്ക് മനസ്സിലായി അറിയില്ല? ഈ വണ്ടിക്ക് ഈ ഇന്ധനം പോരാ. അറിയുന്നവർക്ക് ഇത് പോരാ. ഇതിന്റെ ആഴം അറിയുന്നവർക്ക് ഈ ആരാധന പോരാ. ഇതിന്റെ ആഴം അറിയുന്നവർക്ക് റിഫ്ലക്ഷൻ പോരാ. പരിശുദ്ധാത്മാവിനാൽ ഒരു വലിയ റിഫ്ലക്ഷൻ നടക്കണമെന്ന്, റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിക്കാനാണ്. അന്യഭാഷ എന്ന വിഷയം പഠിക്കണമെങ്കിൽ ഈ ഒരു സ്ലൈഡ് മുഴുവൻ കാണേണ്ടതുണ്ട്. ഇത് നമ്പർ 1, 2, 3 എന്ന് നിയമം ഒന്ന് എനിക്ക് എത്ര ലൈനുണ്ട്? 7 പ്രയോഗങ്ങൾ അന്യഭാഷയെക്കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് അറിയാൻ. അതിൻ്റെ ഗ്രീക്ക് വരെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിരുന്നു. കണ്ടില്ലേ? വിളിച്ചതോ കാണിക്കുന്നത് എല്ലാം മനസ്സിലാക്കണേ. എന്തെങ്കിലും പറഞ്ഞത് ശരിയാണ്, റെഡിയല്ലേ? മതി. ഇവിടെ അറിയണം അന്യഭാഷ എന്ന വാക്കിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ്. ഒരു വാക്ക് വായിക്കാം. വായിച്ച് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 10-ാം വാക്യം. തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി മാത്രം ഞാൻ വായിക്കുകയാണ്. വായിച്ചാൽ മതി. ഒന്നോടെ ജീവൻ ഒട്ടും തെറ്റിച്ചില്ല കേട്ടോ. ഒന്ന് നിർത്തി ഉറക്കം വായിച്ച്. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. നോക്കി ആ വായിച്ചു തന്നാൽ നോക്കി. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. പക്ഷെ അത് കറക്റ്റാണോ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ച്. അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച്. There are, it may be, so many kinds of voices in the world. Voices are. ഇത് വെച്ചുകൊണ്ട് ഒത്തിരി പേര് വാദിക്കാൻ വരാറുണ്ട്. ഞാൻ ലിംഗ്വിസ്റ്റിക് സയൻസ് പഠിക്കാൻ ഈ 72-ാമത്തെ വയസ്സിൽ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ലായിരുന്നു. 7411 ഭാഷകളിലേക്ക് കണ്ണുപിടിക്കാൻ തുടങ്ങിയിരിക്കുകയായി ചെറിയ പ്രായത്തിൽ. ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ബൈബിളിൽ ഒരു കാര്യം തെളിയിക്കാനല്ല. നോട്ട് ഫോർ മൈ ഫെയിം. അത് പഠിച്ചിട്ടപ്പോൾ ബൈബിളിനകത്ത് കിടക്കുന്ന ഭാഷയുടെ വലിപ്പം അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത് വോയിസാണ്, ശബ്ദമാണ്, ഭാഷയല്ല. ഒരു സ്വതന്ത്ര ഇത് വെച്ചുകൊണ്ട് ഭയങ്കര തർക്കിക്കുന്നവരുണ്ട്. തർക്കിക്കല്ലേ? തർക്കിക്കല്ലേ? ഒന്ന് വായിച്ച്. ലോകത്തിൽ വിവിധ ഭാഷകൾ. അതിന്
ശബ്ദങ്ങൾ എന്താണ്? തെളിവുള്ളതാണ്. പാകിസ്ഥാനിലെ ഉള്ള ആള് എന്നെ പേര് വിളിച്ചത് തോമസ് എന്നാണ്. കേട്ടില്ല. തോമസ് എന്നാ വിളിച്ചത്. സ്വിറ്റ്സർലൻഡിലുള്ള ആള് എന്നെ വിളിച്ചത് ഇങ്ങനെയല്ല, തോമസ്. കേട്ടില്ല. അമേരിക്കക്കാരെ വിളിച്ച അതിനേക്കാൾ വ്യത്യാസമില്ല. ഇതെല്ലാം അവർക്ക് തെളിവാണ്. ഇത് അവർക്ക് തെളിവാണ്, പക്ഷെ എനിക്ക് തെളിവല്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ ഇത് അറിയുന്നവർക്ക് അത് തെളിവാണ്. അതപ്പോൾ ചോദ്യം ഇനി അടുത്ത് നിങ്ങൾ അത് അറിയണമെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്. അതറിയാൻ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ച്. അന്യന്മാരുടെ ശബ്ദം അറിയായ്ക കൊണ്ട് തെളിവുണ്ടെങ്കിലും അറിയണമെന്നില്ല. അന്യന്മാരുടെ ശബ്ദം അറിയുന്നില്ല, പക്ഷെ അത് തെളിവുണ്ട്. ആർക്ക്? അറിയുന്നവർക്ക്. ഇത് വെച്ചുകൊണ്ട് യുദ്ധത്തിന് വരുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അറിയുന്നവർക്ക് ശബ്ദം തെളിവാണ്, അറിയാത്തവർക്ക് ശബ്ദം തെളിവല്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കടക്കാനായിട്ട് നേരമില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത്തരം ചോദ്യങ്ങൾ പറഞ്ഞ് മുട്ടുകുത്തിക്കാൻ വരുമ്പോൾ കുട്ടികളല്ല ഞങ്ങൾ എന്ന കാര്യം തിട്ടമായിട്ട് കത്തായി പറയില്ല. സത്യായി പറയാൻ പറ്റുമോ? 14-ാം അധ്യായം 10-ാം വാക്യവും യോഹന്നാൻ 10-ന്റെ 5-ഉം ചേർത്ത് ഒന്ന് വായിക്കാൻ പോകണം. ഒരുമിച്ച് ഒന്ന് വായിച്ചു പോലെ. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. അപ്പൊ അറിയാതെ കൊണ്ട് ഓടിപ്പോകും. അപ്പൊ അന്യഭാഷയുടെ ശബ്ദം അറിയുന്നവരുണ്ട്, ശബ്ദം അറിയാത്തവരുണ്ട്. അത് ഭാഷയല്ല. അതേ ഗ്രീക്ക് വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കിടക്കുക ഇഷ്ടം പോലെ. അപ്പൊ അതൊന്ന് ആരെങ്കിലും നിങ്ങളെ വന്ന് മുട്ടിക്കുക. ഇതൊന്നും തെളിവുള്ളതല്ലല്ലോ. കറക്റ്റാ, അവരുടെ പണി കറക്റ്റ്. അത് യേശു പറഞ്ഞിട്ടുണ്ട്. ഒരു സ്തോത്രം. ആർക്ക് തെളിവല്ല? ഈ ചോദിക്കുന്ന ആൾക്ക് തെളിവല്ല. കാരണം എന്റെ ഭാഷ ഉണ്ടോ? 7,000 ഭാഷകളുണ്ടോ? അപ്പൊ തെളിവില്ല എന്ന കാരണത്താൽ നിരസിക്കരുത്, നിന്ദിക്കരുത്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു ചോദ്യം നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. എന്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് അന്യഭാഷയാണ്. പരിശുദ്ധാത്മാവ് തന്ന അന്യഭാഷയാണ് സംസാരിക്കുന്നത്. ആരെങ്കിലും എന്റെ തലയിൽ കയറിച്ച് പിടിച്ചു പിടിക്കി തന്ന അന്യഭാഷ അല്ല. ദൈവത്തിന്റെ ആത്മാവ് തന്ന അന്യഭാഷയാണ്. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുകയാണെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സംസാരിക്കുന്നു. ഇനി നമ്മൾ 14-ലേക്ക് വരാം. 14-10 മുതൽ 13 വരെ വായിച്ചു പോലെ. ലോകത്തിൽ വിവിധ ഭാഷകൾ ഇനി ഭാഷ വായിച്ചാൽ ജീവിതത്തിൽ ഇമ്പോസിഷൻ കിട്ടും. ലോകത്തിൽ വിവിധ ശബ്ദങ്ങൾ അനവധിയുണ്ട്. ആ. അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ആ. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും. അതെ. സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് ഇവിടെ വരങ്ങളെ കുറിച്ച് വാഴ്ചയുടെ കാര്യം പറയുന്നത് കേട്ടില്ല. വരങ്ങൾ എല്ലാം ശ്രദ്ധിച്ച്. ആത്മവരങ്ങളെ കുറിച്ചാണ്. 1-ാം വാക്യം വായിച്ചവരും സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിക്കും. ആത്മീക വരങ്ങളും വിശേഷ പ്രവചനപരവും വാഞ്ചിപ്പിക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്നവരും മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ഇപ്പൊ എന്താ വായിച്ചത്? ഇപ്പൊ
വായിച്ച് എനിക്ക് തിടുക്കമില്ല കേട്ടോ. ഞാൻ മോദനം പൊതുകാരനാണ്, മനസ്സിലായില്ല. ഞാനിന്റെ പുസ്തകാരെ കൊണ്ട് ഓടിപ്പോകുന്നവനല്ല. ഞാൻ നമ്പർ 1 പൊതുകാരനായതുകൊണ്ട് നിന്ന് കാര്യം പറയുക. ആമേ. ഒന്ന് വായിച്ച്. സംസാരിക്കുന്നവൻ അടുത്തത്. അപ്പൊ തിരിച്ചറിയാവുന്ന ഭാഷയില്ല. ഭാഷ തിരിച്ചറിയാത്ത ശബ്ദമുണ്ട്, തിരിച്ചറിയാത്ത ഭാഷയുണ്ട്. ഇതെല്ലാം തിരിച്ചറിയണമെന്ന് പറയുന്ന വിവരക്കേടിനെ വളം കൊടുക്കാൻ പറ്റുമോ? സ്വോത്രം 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 സ്വോത്രം. അപ്പൊ തിരിച്ചറിയണം എന്ന നിർബന്ധത്തിന് ഫാക്ട് പോസ്റ്റ് കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, യൂറിയേറ്റ് കൊടുക്കണ്ട. ധൈര്യമായി പറയും, എന്റെ ദൈവം തന്നെ ആത്മാവിനായി എന്റെ നാവിൽ അന്യഭാഷ തന്ന് സംസാരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാവസ്ഥതാണെന്ന് അറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഇതിന്റെ മൂല അനുഭവിക്കില്ല കേട്ടോ. ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് 83 സ്ലൈഡാണ്, ഒരു പാറ്റേൺ മാത്രം. ഇത് കൃത്യമായി പറയാൻ സന്തോഷമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത്രയ്ക്കെങ്കിലും സമയം ഷാർജയിൽ ലഭിച്ചതാണ് നമുക്ക് വായിക്കുന്നത്. കാരണം ഞാനിവിടെ കൊലങ്ങളായി 30 മിനിറ്റ് 35 മിനിറ്റ് 40 മിനിറ്റൊക്കെയാണ് കിട്ടാൻ പറ്റുന്നത്. എന്നാൽ ഈ ചർച്ച അങ്ങനെയല്ല, വളരെ ഭംഗിയായി വചനം പറയണമെന്ന് പറഞ്ഞ് കഴിയുന്നതിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൊണ്ട് നമുക്ക് നോക്കാം അല്ലേ? ഒരു കാര്യം കൊണ്ട് നമുക്ക് നോക്കാം. അങ്ങോട്ട് നോക്കിയെല്ലാവരും വായിക്കും മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, പെന്തക്കോസ്ത് നാളിൽ എന്ത് നടന്നു? കൊർന്നേലിയോസിന്റെ വീട്ടിലും എന്ത് നടന്നു? അവിടെ രണ്ടിടത്തും എന്താണ് ഒരു അടയാളമായി കണ്ടുള്ളൂ മാത്രം? ആ അന്യഭാഷ ആര് വെച്ചു തന്നു? ഓർക്കമതി, പരിശുദ്ധാത്മാവ് വെച്ചു തന്നു. പാസ്റ്റർ റെജി തോമസ് വെച്ച് തന്ന അന്യഭാഷയല്ല, KO തോമസ് വെച്ച് തന്ന അന്യഭാഷയല്ല. വിമർശകരോട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെച്ച് തരുന്ന അന്യഭാഷയാണ് ശരിയായത്. അത് മാത്രം സംസാരിക്കാനാണ് എന്നെ ആഗ്രഹം. ഹല്ലേലൂയ. അടുത്ത ഒരു പോയിന്റോട് തെളിയുകയാണ്, തിരിച്ചറിയുന്നതും തിരിച്ചറിയാത്തതും. അപ്പൊ തിരിച്ചറിയുന്ന ശബ്ദങ്ങളുണ്ട്, തിരിച്ചറിയാത്ത ശബ്ദങ്ങളുണ്ട്. തിരിച്ചറിയുന്ന അന്യഭാഷയുണ്ട്, തിരിച്ചറിയാത്ത അന്യഭാഷയുണ്ട്. ഇത് രണ്ടു ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നത് ഇതുപോലെ കാണുന്നത് പറയില്ല, കൃത്യമായി മനസ്സിലാക്കണം. തിരിച്ചറിയുന്ന അന്യഭാഷയുണ്ട്. അതെങ്ങനെ തിരിച്ചറിഞ്ഞത്? കേൾക്കുന്നവൻ ഈ ഭാഷ അറിയുന്നവനായിരിക്കണം. എന്നാൽ 14 പറയുന്നത് അതല്ല. എടുക്കും 14 1, 2 വാക്യം. അത് കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ. 14 1, 2 വാക്യത്തിൽ പറയുന്നത് അതല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും 800 കോടി ജനങ്ങളിലുണ്ടെങ്കിൽ ഒരെണ്ണം പോലും തിരിച്ചറിയാത്ത ഭാഷയുണ്ട്. ഒരു 800 കോടി ജനങ്ങളിലുണ്ടെങ്കിൽ എത്ര കണക്കിൽ നോക്കിയില്ല? ഇപ്പോൾ വേദിനിട്ട് നോക്കിയില്ല. അത്ര ഉണ്ടെങ്കിൽ അത്രയും പേർക്ക് സുനിൽ പറഞ്ഞ അന്യഭാഷ മനസ്സിലായിട്ടില്ല. അതാണ് ആരും തിരിച്ചറിയാത്ത അന്യഭാഷ. അപ്പൊ തിരിച്ചറിയുന്ന ശബ്ദമുണ്ട്, തിരിച്ചറിയാത്ത ശബ്ദമുണ്ട്, തിരിച്ചറിയുന്ന അന്യഭാഷയുണ്ട്, തിരിച്ചറിയാത്ത അന്യഭാഷയുണ്ട്. വ്യക്തമായില്ല. കൈയൊന്ന് ഉയർത്തി മഹത്വം ഹല്ലേലൂയ. അപ്പൊ ഇനി ആദരവും ആശങ്കയൊന്നും വേണ്ട, സംശയമൊന്നും വേണ്ട. ഇന്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് പുലർത്തിക്കൊണ്ട് ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധം ദൈവമായിട്ട് പുലർത്തിക്കൊണ്ട് ഞാനും ദൈവമായി വ്യക്തിപരമായി വിശുദ്ധ ബന്ധം സ്ഥാപിച്ചെടുക്കണം. ആ ബന്ധത്തിന് ഉലച്ചു വന്നിട്ടുണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവ് തന്നെ എന്റെ ഭാഷയിൽ എന്റെ ദൈവത്തെ ഉയർത്തണം. സന്തോഷമുള്ളവരെ കൈയൊന്ന് ഉയർത്തി പിടിച്ചു. അങ്ങനെ യഥാക്രമമായ ശരിയായ ക്രമത്തിലുള്ള പരിശുദ്ധാത്മ പകർച്ചയിലെ ആത്മസ്ഥാനത്തിലെ അന്യഭാഷയുടെ അനുഭവങ്ങൾ എനിക്ക് കൈവശമാക്കണമെന്ന് എന്റെ ഭാഷ പറഞ്ഞ കൊതിയുള്ളവരുണ്ട്. എന്റെ കൊതി അത് യഥാർത്ഥ അനുഭവം ആഗ്രഹിക്കുന്നത് കൈകളിൽ ഒന്ന് പറയുന്നത് എനിക്കത് ആഗ്രഹമുണ്ട്. എനിക്കത് ആഗ്രഹമുണ്ട്. തരുമോ ഇല്ലയോ? തരുമോ ഇല്ലയോ? യെസ്, ഗോഡ് വിൽ ഗിവ്. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ ആരാധിച്ചു. എല്ലാവരും ദൈവത്തെ ആരാധിച്ചു. ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. ആത്മസ്ഥാനത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇത് കേട്ടത്. ഇതിന്റെ ഡെപ്തിലേക്ക് പോകാൻ ഇനി എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുകയാണെങ്കിൽ പോകാം. അഭിഷേകത്തിന്റെ തുടക്കമാണ് നമ്മൾ കേട്ടത്. 6 മാസമാണ് അഭിഷേകം പഠിപ്പിച്ചത്. ആഴ്ചയിൽ ഒരു ക്ലാസ് 2.5 മണിക്കൂർ വെച്ച് 6 മാസം പഠിപ്പിച്ചു. ഒരു കോളേജിൽ ആ കോളേജിന്റെ ഡയറക്ടർ വന്ന് സാറേ എനിക്കിത് കേട്ടേ പറ്റൂ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് ഡയറക്ടറാണ്, പൂർവ്വ സ്റ്റുഡൻ്റാണ് അവരെന്നോട് പറഞ്ഞ് ഇതൊന്ന് കേൾക്കണം. അമ്മ ഇതിൻ്റെ ആഴം കുറക്കൂടെ ഗ്രഹിക്കാൻ സാധുവായി എനിക്ക് ദൈവം സഹായിച്ചു. ഞാൻ ഈ വാക്കുകൾക്ക് കുത്തിട്ട് മുമ്പ് ചോദിച്ചോട്ടെ, എൻ്റെ ദൈവം എനിക്ക് തന്നെ അഭിഷേകത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിനുണ്ട്. എൻ്റെ ദൈവം എനിക്ക് തന്ന ആത്മസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ എത്ര പേരുടെ ഹൃദയം തുറന്നു? അങ്ങനെ ഓപ്പണാക്കിയവർ എത്ര പേര്? എനിക്ക് തന്ന അഭിഷേകത്തിൻ്റെയും എനിക്ക് തന്ന ആത്മസ്ഥാനത്തിൻ്റെയും ദൈവിക ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് ഉള്ളുകൊണ്ട് പറയുന്നത് മാത്രം ആ കൈയൊന്നും അകർത്തി ഒരു വാക്ക് ദൈവത്തോട് പറയാമോ? I like to fulfill thy will to the manifestation. ആഗ്രഹിക്കുന്നവർ മാത്രം കൈകൾ മലർത്തി ഉയർത്തി ഹൃദയം